മിൽമയിലെ ജീവനക്കാരുടെ സമരം പിൻവലിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ജീവനക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചെന്നും ഇത് എഴുതി നൽകാമെന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചതെന്ന് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ തുടങ്ങിയ ചർച്ച 10 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. അർഹതപ്പെട്ട ജീവനക്കാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബോർഡ് ചേർന്ന് തീരുമാനമെടുക്കും. ഈ മാസം 30-നകം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കും. സമരത്തിനെതിരെ നൽകിയ പരാതി പിൻവലിക്കുമെന്നും മിൽമ മാനേജ്മെന്റ് തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾക്ക് ഉറപ്പു നൽകി. തൊഴിലാളികൾക്ക് സ്ഥാനക്കയറ്റം നൽകണമെന്നാവശ്യപ്പെട്ട് തിങ്കളാഴ്ച മിൽമ മേഖലാ ചെയർപേഴ്സണെ ഉപരോധിച്ചിരുന്നു. തുടർന്ന് യൂണിയൻ നേതാക്കളായ 20 പേർക്കെതിരെയും കണ്ടാലറിയാവുന്ന മറ്റ് 20 ആളുകളുടെയും പേരിൽ മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരുന്നു. INTUC CITU തൊഴിലാളികളുടെ പേരിലാണ് മിൽമ മാനേജിംഗ് ഡയറക്ടറുടെ പരാതിയിൽ കേസെടുത്തത്. കേസുകൾ പിൻവലിക്കണമെന്നും തൊഴിലാളികൾക്ക് സ്ഥാനക്കയറ്റം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഡയറികളിൽ ചൊവ്വാഴ്ച രാവിലെ സമരം ആരംഭിച്ചത്. മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിറ്റിന് കീഴിലുള്ള അമ്പലത്തറ, കൊല്ലം, പത്തനംതിട്ട ഡയറികളുടെ പ്രവർത്തനം തൊഴിലാളികളുടെ സമരം കാരണം തടസ്സപ്പെട്ടിരുന്നു. ഇതോടെ പാക്കറ്റുകളിലാക്കിയ ലക്ഷക്കണക്കിന് ലിറ്റർ പാൽ ഡയറികളിൽ നിന്ന് ചൊവ്വാഴ്ച പുറത്തേക്ക് പോയില്ല. എന്നാൽ സംഭരണത്തിന് തടസ്സമുണ്ടായില്ല. കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന പാൽ മാത്രമേ ഡയറിയിലേക്ക് മാറ്റാനായുള്ളൂ. വിൽപ്പനയ്ക്ക് പാക്കറ്റുകളിലാക്കിയ പാൽ വിതരണം ഡയറികളിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. മിൽമ തിരുവനന്തപുരം ഡയറിയിൽ 2 ഘട്ടങ്ങളിലായാണ് പാൽ പുറത്തേക്ക് പോകുന്നത്. പകൽ 10:30 മുതൽ 3:30 വരെ പോകേണ്ട പാൽ വിതരണമാണ് തടസ്സപ്പെട്ടത്. ഏകദേശം 1 ലക്ഷം ലിറ്റർ പാലാണ് ഈ സമയം വിൽപ്പനയ്ക്ക് കടകളിലേക്ക് കൊണ്ടുപോകുന്നത്.